ദൈവത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനെയും സഹോദരനായ ഏശാവിനെയും പറ്റിച്ച് അനുഗ്രഹങ്ങളും അവകാശങ്ങളും നേടിയെടുത്ത് നിക്കക്കള്ളിയില്ലാതെ ഹാരാനിലേക്ക് അമ്മയുടെ ഉപദേശപ്രകാരം പുറപ്പെട്ടു പോകുന്നതാണ് ഈ വചന പശ്ചാത്തലം. ബേർഷേബ, ഹാരാൻ. ബേർഷേബ എന്നാൽ സത്യപ്രമാണത്തിന്റെ കിണർ എന്നാണ് അർത്ഥം. അബ്രഹാമും ഇസഹാക്കും ദൈവവുമായുള്ള ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഇടമാണ് ബേർഷേബ. അവിടെയാണ് അവർ തലമുറയായി പാർത്തത്. അവിടെയാണ് യാക്കോബും ഇതാ പാർത്തുകൊണ്ടിരുന്നത്. ദൈവ സാന്നിധ്യമുള്ള ആ ഇടത്തു നിന്ന് യാക്കോബ് പുറപ്പെട്ടു പോകേണ്ടി വന്നു. കാരണം യാക്കോബ് ചെയ്ത തെറ്റുകളാണ്, അല്ലെങ്കിൽ പാപങ്ങളാണ്. അപ്പനെയും സഹോദരനെയും പറ്റിച്ച് കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഈ ലോകത്തിൽ ചിലത് നേടുവാനായിട്ട് അവൻ പരിശ്രമിച്ചു. എന്നാൽ സംഭവിച്ചത്, അവരെന്തൊക്കെയാണോ നേടിയെടുത്തത് അതെല്ലാം ഉപേക്ഷിച്ച് ഒരണ പൈസ പോലും ഒരുപക്ഷെ കയ്യിൽ കരുതുവാൻ നിർവാഹമില്ലാതെ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്തു നിന്ന് ഓടേണ്ടി വന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ആത്മീയ അർത്ഥതലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്ന്, പാപം ചെയ്താൽ ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് പിന്നെ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അത് തിരുവെഴുത്തിൽ എല്ലാ പശ്ചാത്തലങ്ങളിലും വ്യക്തമായി നമുക്ക് ബോധ്യം നൽകുന്നുണ്ട്. ഏദനിൽ വെച്ച് ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് നിൽക്കുവാൻ കഴിയാതെ പാപം ചെയ്ത മനുഷ്യൻ ഒളിക്കുന്നു. ഹാബേലിനെ കൊന്ന കയീൻ പിന്നത്തേതിൽ ദൈവസന്നിധി വിട്ട് പുറപ്പെട്ടു പോകേണ്ടി വരും. ഇവിടെ ഇതാ യാക്കോബ് ദൈവവുമായുള്ള ബന്ധത്തിൽ തൻ്റെ അപ്പനും അപ്പൂപ്പനും ഉടമ്പടി ചെയ്ത ഇടത്തെ വിട്ടിട്ട്, ദൈവ സാന്നിധ്യമുള്ള ഇടത്തെ വിട്ടിട്ട് ഹാരാനിലേക്ക് ഓടിപ്പോകുന്നു. ഹാരാന്റെ പ്രത്യേകത, അബ്രഹാം തൻ്റെ അപ്പനും ഭാര്യയും ലോത്ത് എന്ന സഹോദരപുത്രനും ചേർന്ന് ഊർ എന്ന പട്ടണത്തിൽ നിന്ന് കാനാനിലേക്ക് വരുവാനായിട്ട് യാത്ര പുറപ്പെടുമ്പോൾ കുറച്ചധികം നാളുകൾ വന്ന് പാർത്ത ഇടമാണ് ഹാരാൻ. ഹാരാന്റെ പ്രത്യേകത സമഭൂമിയാണ്, സമതലമാണ്. അവിടെയും വിഗ്രഹങ്ങളാണ് പ്രാധാന്യമർഹിച്ച് മുന്നിട്ട് നിൽക്കുന്നത്. വരണ്ട നിലം എന്നൊക്കെ ആ ഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ദൈവം അബ്രഹാമിനെ വിളിച്ചത് തേനും പാലും ഒഴുകുന്ന കാനാനിലേക്കാണ്. ശരിക്കും ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതി തലമുറയിൽപ്പെട്ട ഇസഹാക്കും യാക്കോബും കാനാനിലാണ്. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ഇസ്രായേൽ രാജ്യത്തെ അടയാളപ്പെടുത്തുവാൻ അതിർത്തി പറയുമ്പോൾ ദാൻ മുതൽ ബർഷേബ വരെ എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്. അപ്പൊ അത് കാനാനുമായി ഇസ്രായേലുമായി ബന്ധപ്പെടുന്ന ഒരിടമാണ്. എന്നാൽ ഇസ്രായേൽ എന്ന് പിന്നത്തേതിൽ പേരെടുത്ത യാക്കോബ് ഇപ്പോൾ ഇതാ പാപം ചെയ്തത് നിമിത്തം, തെറ്റ് ചെയ്തത് നിമിത്തം ആ ദൈവ സാന്നിധ്യമുള്ള ഇടം വിട്ടുപോകേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പാപം ഉണ്ടാകുമ്പോൾ, തെറ്റ് തിന്മയ്ക്ക് നാം അടിയറവ് പറയുമ്പോൾ പിന്നെ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം പാപം അശുദ്ധിയാണ്. വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയോടുകൂടെ മാത്രമേ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അശുദ്ധി ദൈവം അംഗീകരിക്കുന്നില്ല. രണ്ട്, ദൈവം ഒരു ചെറിയ അശുദ്ധി പോലും അനുവദിക്കുന്നില്ല എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ശേഷം മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ലൂസ് എന്ന ഇടത്ത് വെച്ച് ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ യാക്കോബിനുണ്ടാകുന്നു. സ്വപ്നത്തിലൂടെയാണ്. അവിടെ നിന്ന് അവൻ ഒരു നേർച്ചയൊക്കെ നേർന്ന് പിന്നെ മുമ്പോട്ട് പോകുന്നു, ഹാരാനിലേക്ക് പോകുന്നു. എങ്കിൽ പോലും അവിടെ യാക്കോബിനെ അവന്റെ ജീവിതത്തിലുള്ള അശുദ്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള പരുവപ്പെടുത്തലാണ് പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്ഷമയില്ലാത്ത യാക്കോബ് ക്ഷമ പഠിക്കുന്നു. എല്ലാം വെട്ടിപ്പിടിച്ച യാക്കോബ് വിട്ടുകൊടുക്കുവാൻ പഠിക്കുന്നു, സ്നേഹിക്കുവാൻ പഠിക്കുന്നു. ഇങ്ങനെ ദൈവം അവന്റെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് പുറത്താക്കി ഒരു നല്ല മകനായി അവനെ പുറത്തു കൊണ്ടുവരുന്നു. ദൈവം ചെറിയൊരു അശുദ്ധി പോലും അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഭാഗം അത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന്, തെറ്റ് ചെയ്തവർക്ക് സത്യപ്രമാണത്തിന്റെ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുവാനായിട്ട് അനുവാദം ഇല്ല. സത്യപ്രമാണത്തിന്റെ കിണർ എന്നാണ് ബർഷേബ അറിയപ്പെടുന്നത് എന്ന് ഓർപ്പിച്ചുവല്ലോ. യാക്കോബ് തന്റെ പിതാക്കന്മാര് കുഴിച്ച കിണറിനെ ഏറെ അനുഭവിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ തെറ്റു ചെയ്തത് മൂലം അവിടെ നിന്ന് പുറപ്പെട്ടു പോകേണ്ടി വരും. കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയും, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അരികിലേക്ക് കടന്നു വരട്ടെ,
സൗജന്യമായി കുടിക്കട്ടെ എന്നാണ്. നിത്യജീവന്റെ ഉറവ. പ്രിയമുള്ളവരെ, ഈ നിത്യജീവന്റെ ഉറവ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്, സത്യപ്രമാണത്തിന്റെ കിണർ ബർശേബ. എന്നാൽ പാപം ചെയ്തവന് ആ വെള്ളം കുടിക്കുവാനായിട്ട് അനുവാദമില്ല, അത് നിഷേധിക്കുന്നു. പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്തവർക്ക് ക്രിസ്തുവാകുന്ന നിത്യജീവന്റെ ഉറവയിൽ പങ്കില്ല എന്ന് മനസ്സിലാക്കുക. ഒരു മടങ്ങി വരവിന്റെ നാളുകളാണിത്. ബർശേബയിൽ നിന്ന് ഹാരാനിലേക്ക് ഓടിയത് എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ, ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവസാന്നിധ്യമുള്ള ബർശേബയിലേക്ക് മടങ്ങി വരാം. അതിന് ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സാന്നിധ്യമുള്ള ഇടത്ത് നിന്ന് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിന്റെ ഹാരാൻ കണക്കുള്ള അനുഭവങ്ങളിലേക്ക് അലഞ്ഞു തിരിയുന്നുണ്ട്. മടങ്ങി വരുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ പാപമാണ് അതിന് കാരണമെന്ന് തിരിച്ചറിയുമ്പോൾ അവയിൽ നിന്നുള്ള മോചനം ഞങ്ങൾക്ക് ആശീർവദിച്ച് നൽകണം. ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അവിടുന്ന് പ്രചോദിപ്പിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തു മുഖാന്തരം തന്നെ. ആമേൻ.